ബംഗ്ലാദേശിൽ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കലാപം നടക്കുന്നു. അതിന് പിന്നിൽ പാകിസ്ഥാന്റെ ചാരസംഘടനയാണ് എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ടല്ലോ. ശരിയാണോ? അങ്ങനെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഒരു തരത്തിൽ നോക്കിയാൽ അത് ശരി തന്നെയാണ്. കാരണം ഇപ്പോൾ 2024 ഷെയ്ഖ് ഹസീനയുടെ അധികാരം നഷ്ടപ്പെട്ടതിന് ശേഷം അവിടെ ഭരിക്കുന്ന ആളുകളെക്കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ജമാഅത്തെ ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ പാകിസ്ഥാൻ്റെ ഒരു കൈ കൂടിയുണ്ട്. അത് പ്രധാനമായിട്ട് അവരുടെ ചാരസംഘടന ISI ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഈ നടക്കുന്ന അതായത് ഈ ഷെരീഫ് ഉസ്മാൻ ഹാദി എന്ന് പറയുന്നയാൾ മരിച്ചു പോയല്ലോ. ആ മരിച്ചു പോയ ആള് അതിനുശേഷം ഈ പ്രശ്നങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അത് ഇന്ത്യക്കെതിരെ തിരിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യമായിട്ട് പറയുന്നത്. പാകിസ്ഥാന് ബംഗ്ലാദേശും തമ്മിൽ വലിയൊരു രീതിയിലുള്ള ഒരു സൗഹാർദ്ദം ഈയിടെയായിട്ട് ഉണ്ടായിട്ടുണ്ട്. ആദ്യം കാലഘട്ടത്തിൽ അങ്ങനെയല്ലായിരുന്നു. പക്ഷേ പാകിസ്ഥാൻ പ്രതിനിധി ബംഗ്ലാദേശിൽ പോകുന്നതും യൂനസുമായിട്ട് സംസാരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനുശേഷം ഈ ബംഗ്ലാദേശും പാകിസ്ഥാനും US തമ്മിലുള്ള ഒരു അച്ചുതണ്ട് അവിടെ രൂപപ്പെടാനുള്ള സാധ്യതകളുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും US ഒരു മേൽക്കൈ ബംഗ്ലാദേശിലുണ്ട്. അവർക്ക് ഈ യൂനസിനെ പോലെ ഒരു പാവ സർക്കാരിനെ അവിടെ കൊണ്ടുവയ്ക്കേണ്ടതിൻ്റെ ആവശ്യകതയും നമുക്കറിയാം. ഒപ്പം തന്നെയാണ് ഇന്ത്യക്കെതിരെ എന്നും നിലകൊണ്ടിട്ടുള്ള പാകിസ്ഥാൻ്റെ പ്രവർത്തനങ്ങൾ കൂടി വരുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ചേർന്നെടുത്തിട്ടുള്ള പല തീരുമാനങ്ങൾ, അതായത് സൈനിക നീക്കങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ വലിയ ടൈപ്പ് ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ടൈപ്പ് ആകുന്നു എന്ന് പറയുമ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമി, ഇൻക്ലാബ് മഞ്ച എന്ന് പറയുന്ന ഈ സംഘടനകളിലൂടെയൊക്കെ തീവ്രവാദത്തെ പരിപോഷിപ്പിച്ച് അത് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുക, മത തീവ്രവാദം നമുക്കെതിരെ ഉണ്ടാക്കുക എന്നുള്ളത്, അതുവഴി പാകിസ്ഥാനിലേതിന് സമാനമായിട്ടുള്ള അസ്വസ്ഥതകൾ അല്ലെങ്കിൽ അസ്വാരസ്യങ്ങൾ ബംഗ്ലാദേശിലും ഉണ്ടാകും. അപ്പോൾ ഒരേ സമയം രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള ത്രെട്ട് വരുമ്പോൾ ഇന്ത്യക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യുക ബുദ്ധിമുട്ടായിരിക്കുമെന്നുള്ളൊരു കണക്ക് കൂട്ടൽ ഇവർക്കുണ്ട്. കാരണം ഈ ബംഗ്ലാദേശിൻ്റെ അതിർത്തികളിൽ പാകിസ്ഥാൻ്റെ ഭീകര ക്യാമ്പുകൾ പുനരുജ്ജീവിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതായത് പാകിസ്ഥാൻ അതിർത്തിയിൽ ഉണ്ടായിരുന്ന ഈ ഭീകര ക്യാമ്പുകളെ അവർ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടാതെ ഇപ്പം നമ്മുടെ രാജ്യത്തെ SIR വളരെ വ്യാപകമായ രീതിയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബംഗ്ലാദേശികളിൽ തിരിച്ച് നമ്മൾ പറഞ്ഞു വിടുന്നുണ്ട്. ബംഗാളിൽ നിന്ന് തന്നെ 58 ലക്ഷം പേരാണ് പുറത്തായിട്ടുള്ളത് വിവിധ കാറ്റഗറിയിലായിട്ട്. അപ്പോൾ കുറേ പേരെങ്കിലും ബംഗ്ലാദേശിലേക്ക് ഇവർ തിരിച്ചു വിളിക്കുന്നുണ്ട്. ആദ്യം ഇവർക്ക് വലിയ രീതിയിലുള്ള അമർഷമൊക്കെ ഇവർക്കുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ തിരിച്ചു പോകുന്ന ബംഗ്ലാദേശികളെയും ഇവർ വളരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കാരണം സ്വാഭാവികമായിട്ടും ഒരു വൈരാഗ്യം നമ്മൾ ഈ നാട്ടിൽ നിന്ന് അവരെ പറഞ്ഞു വിടുമ്പോൾ അവർക്കുണ്ടാവും. അത്തരത്തിലുള്ള ആളുകളെ ഈ ഭീകരവാദത്തിലേക്ക് തിരിപ്പിക്കുകയും അവരെ തന്നെ നമുക്ക് എതിരെ ഉപയോഗിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതാണ്. സ്വാഭാവികമായും അവർ കുറേ നാളുകളായിട്ട് നമ്മുടെ രാജ്യത്ത് താമസിച്ചിട്ടുള്ളതുകൊണ്ട് ഈ ഭാഗങ്ങളിൽ എന്താണ് ഏതാണ് എന്നുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ ഈ ഭീകരർക്ക് ഇവരിൽ നിന്ന് സ്വീകരിക്കാനായിട്ട് കഴിയും. അതായത് ഇവരിൽ നിന്ന് ഈ ഡാറ്റാസ് ഒക്കെ ഇവർക്ക് സ്വീകരിക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഭീകര പ്രവർത്തനങ്ങളെ ആ കാര്യങ്ങളൊക്കെ അവർക്ക് ഏകോപിപ്പിക്കാനും കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ നോട്ടമിട്ടാണ്ടാണ് ഈ ഇസ്ലാമിക ചാരസംഘടനയായിട്ടുള്ള ISIയും ഇവരെയെല്ലാം എന്താ പറയുക കൂടുതലായിട്ട് പരിശീലനം നൽകുന്നത്. കൂടുതലായിട്ടും ഭീകരവാദികൾക്ക് പരിശീലനം നൽകുന്നത് ഈ പാക് ചാരസംഘടന തന്നെയാണ്. നമുക്കറിയാം പാകിസ്ഥാനിലെ ഇവർക്കെല്ലാം ആർമി തന്നെ ഈ ഭീകരർക്ക് പരിശീലനം നൽകുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെയാണ് അവരുടെ പരിശീലനങ്ങൾ നടത്തുന്നത്. ഈ പാകിസ്ഥാൻ ചാരസംഘടനയ്ക്ക് പാകിസ്ഥാൻ മിലിറ്ററിക്ക് US എന്താ പറയുക പരിശീലനം കിട്ടുന്ന സാഹചര്യം കൂടിയുണ്ട്. മാത്രമല്ല പാകിസ്ഥാനിലേക്കാണ് ഇവർക്ക് F-16 ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ ഉൾപ്പെടെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പുറത്തും ലഭ്യമാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. കാരണം ഈ രണ്ട് രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഈ ഡ്രോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റും. വലിയ രീതിയിൽ തുർക്കിയിൽ നിന്ന് ഡ്രോണുകൾ പാകിസ്ഥാന് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് അതിർത്തി നമ്മുടെ വടക്ക് കിഴക്കൻ അതിർത്തികളെല്ലാം തന്നെ 7 സിസ്റ്റേഴ്സിനെ മുറിച്ചെടുക്കുമെന്നാണ് ഈ കഴിഞ്ഞ ദിവസം അവരുടെ NCP നേതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരത് കൃത്യമായിട്ട് ഗ്രേറ്റർ ബംഗ്ലാദേശിന്റെ ഭൂപടത്തിലൂടെ നമുക്കത് മനസ്സിലാക്കി തരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹിമന്ത പറഞ്ഞത്, ഞങ്ങൾ എന്നും ഇങ്ങനെ നിശബ്ദരായിട്ട് ഇരിക്കുകയൊന്നുമില്ല, അതിന് പകരം ചോദിക്കുക തന്നെ ചെയ്യും. സത്യത്തിൽ ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് നമ്മുടെ UPയേക്കാൾ ചെറിയ വിസ്തൃതിയുള്ള ഒരു രാജ്യമാണ്. ജനസംഖ്യ എന്ന് പറയുന്നത് UPയിൽ ഏതാണ്ട് 25 കോടി മറ്റോ ആണെന്നാണ് മനസ്സിലാക്കുന്നത്. ബംഗ്ലാദേശിൽ 17 കോടിയേ ഉള്ളൂ. ശരിക്കും നമുക്ക് അവരെ ഒരു വലിയ വിഷയമായിട്ട് കാണേണ്ട സാഹചര്യം ഇല്ല.
എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ അവരെ നമുക്ക് പറയാതിരിക്കാനും സാധ്യതയില്ല. കാരണം ഇത്തരത്തിലുള്ള ഇസ്ലാമിക ഭീകര സംഘടനകളെല്ലാം തന്നെ അവിടെ നിലയുറപ്പിച്ചിട്ടുള്ളത് കൊണ്ടും ഇനി വരാൻ പോകുന്നത് ഫെബ്രുവരിയിൽ തിരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പിൽ അവാമി ലീഗ് മത്സരിക്കുന്നത്, അവിടെ നിരോധിക്കുകയാണ് അവാമി ലീഗിനെ. അതിനെതിരെ അവാമി ലീഗിന്റെ പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് അവിടെ ഒരു ഹിന്ദു യുവാവിനെ, 30 വയസ്സുള്ള ഒരു ഹിന്ദു യുവാവിനെ തീ കൊളുത്തി കൊന്നു. അതായത് മർദ്ദിച്ചു കൊന്ന ശേഷം മരത്തിൽ കെട്ടിത്തൂക്കി കത്തിച്ചു കളഞ്ഞു. ആ യുവാവിനെ ചാരമാക്കി കളഞ്ഞു. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു തരത്തിലൊരു വലിയ വിഷയമായിട്ട് ബംഗ്ലാദേശിൽ മാറുന്നുണ്ട്. അതായത് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള പ്രശ്നമായിട്ടും ഈ ഹാദിയുടെ മരണശേഷം ഉണ്ടായിട്ടുള്ള പ്രൊട്ടസ്റ്റ് എല്ലാം മാറുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് യൂനസ് പറയുന്നുണ്ട്, ഈ പറയുന്ന ദീപു എന്ന് പറയുന്ന യുവാവാണ് കൊല്ലപ്പെട്ടത്. ഈ യുവാവിൻ്റെ ആരാണോ ഇതിന് കാരണക്കാരായവര് അത് അവർക്കെതിരെ കൃത്യമായ നടപടി എടുക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ യൂനസിനെ സംബന്ധിച്ച്, പ്രിയന് ചിന്തിക്കാമല്ലോ, യൂനസിനെ സംബന്ധിച്ച് അത്തരത്തിൽ ഇവർ ചെയ്തിരിക്കുന്ന സ്വാഭാവികമായി ഈ ഭീകര സംഘടനകളല്ലേ. അപ്പോൾ അവർക്കെതിരെ എന്തെങ്കിലും ഒരു നിലപാടെടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ബംഗ്ലാദേശിൽ നടക്കുന്ന അതിക്രൂരമായിട്ടുള്ള അതിൻ്റെ വീഡിയോകളൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോകളുണ്ട്. അതിക്രൂരമായിട്ടുള്ള പീഡനം, മതപീഡനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹിന്ദു ആണ്, ഇല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് ആണ്, ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ജൈനനോ സിക്കോ ആണെങ്കിൽ അവരെ കൊന്നുകളയുക എന്നുള്ള രീതിയാണ് ബംഗ്ലാദേശിലുള്ള. അവിടെ ഈ മതശാസനം കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അവിടെ വലിയ തോതിൽ ഹിന്ദുക്കൾ നിസ്സാര പോപ്പുലേഷൻ അല്ല അവിടെ ഉള്ള. അപ്പോൾ ഈ ഹിന്ദുക്കളെ എല്ലാം കൊന്നൊടുക്കി അവർക്ക് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണോ IS-ഉം ഈ പറയുന്ന മുജാഹിദീൻ ഒക്കെ ഇന്ത്യൻ മുജാഹിദീനും ഒക്കെ പ്രവർത്തിക്കുന്നത്, അതുപോലെ ആ രീതിയിൽ ഭീകരവാദം കൊണ്ടും കലാപങ്ങൾ കൊണ്ടും ആ രാജ്യത്ത് ശരിയത്ത് നിയമം നടപ്പിലാക്കി അവിടുത്തെ ബാക്കിയുള്ളവരെയൊക്കെ ഇല്ലായ്മ ചെയ്യുക എന്ന രീതിയിലാണ് ബംഗ്ലാദേശ് പോയിക്കൊണ്ടിരിക്കുന്ന വലിയ അപകടമാണ്. സ്വാഭാവികമായിട്ടും ഇതിന് പിന്നിൽ അമേരിക്കയും പാകിസ്ഥാനും തന്നെയാണ് പ്രവർത്തിക്കുക. പാകിസ്ഥാനാണല്ലോ, കാരണം ഇന്ത്യയാണ് ഈ പറയുന്ന ബംഗ്ലാദേശിനെ മോചിപ്പിച്ച്, അതെ, ബംഗ്ലാദേശിനെ മോചിപ്പിച്ച് ഈ പറയുന്ന പുതിയൊരു സ്വതന്ത്ര രാജ്യമുണ്ടാക്കി, ഈസ്റ്റ് പാകിസ്ഥാൻ എന്നതിൽ നിന്ന് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടാക്കിയത് ഇന്ത്യയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വൈരാഗ്യം എല്ലാ കാലത്തും പാകിസ്ഥാന് ഇന്ത്യയോടുണ്ട്. ആ പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനെ ഇന്ത്യയുടെ ഒരു ശത്രുവാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കും. അതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെയുള്ള ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരെ കൊല്ലുമ്പോൾ ഇന്ത്യക്ക് വേദനിക്കും, ഇല്ലെങ്കിൽ ഇന്ത്യൻ ജനതയ്ക്ക് നോവും എന്ന് കണ്ടത് തന്നെയാണ് അവരിത് ചെയ്യുന്നത്. കാരണം ഇസ്ലാമികമായിട്ട് നടപ്പിലാക്കുന്ന ഈ കാഫറിനെ ഇല്ലായ്മ ചെയ്യുക എന്ന് പറയുന്ന രീതി അതവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് വീഡിയോകളുണ്ട്. വള്ളത്തിലൊക്കെ ചെന്നിട്ട് ഈ ബംഗ്ലാദേശിലെ ദ്വീപ സമൂഹങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ചെന്നിട്ട് അവരുടെ മാലയും തുളസിമാലയൊക്കെ ധരിച്ചിരിക്കുന്നവരുടെ മാലയൊക്കെ പൊട്ടിച്ചിട്ട് നിങ്ങളിതൊന്നും ധരിക്കരുത്, നിങ്ങൾ ഹിന്ദു അല്ല, നിങ്ങൾ മുസ്ലിമായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നതിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോകൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴത്തെ വിദ്യാർത്ഥികളുടെ അടുത്ത് നിന്ന് ഈ പറയുന്ന മാല, അവരുടെ പൊട്ട് ഇതൊക്കെ മായ്ക്കുക, ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. നിരവധി അമ്പലങ്ങൾ, ക്ഷേത്രങ്ങളൊക്കെ തന്നെ തകർക്കപ്പെടുന്നുമുണ്ട്. ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള മതത്തിൻ്റെ പേരിലുള്ള അക്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഹിന്ദുക്കൾ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്നത് പോലെ തന്നെ പാകിസ്ഥാൻ്റെ ISI ഉണ്ടല്ലോ, ISIയുടെ പ്രത്യേക സെല്ല് രൂപീകരിച്ചതായിട്ട് ഇതിനു മുമ്പ് തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്, റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ റിപ്പോർട്ടുകൾ വരുന്ന സമയത്ത് തന്നെ ഈ യൂണിറ്റിൽ ഉയർന്ന നിലവാരത്തിലുള്ള സൈനിക രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു അതിനകത്ത് പറഞ്ഞിരുന്ന കാര്യം. ഉന്നത രഹസ്യാന്വേഷണ സ്രോതസ്സുകളൊക്കെ അനുസരിച്ചിട്ട് സെല്ലിൻ്റെ ആദ്യഘട്ടത്തിൽ ഒരു ബ്രിഗേഡിയർ ഉണ്ടാവും, 2 കേണൽമാരുണ്ടാവും, 4 മേജർമാരുണ്ടാവും, പാകിസ്ഥാൻ്റെ നാവിക വ്യോമ സേനകളിൽ നിന്നുള്ളവരുണ്ടാവും. അപ്പോൾ ഇത്രയും പേരും ഇതിനെല്ലാം നോക്കാനും ഇവർക്കുള്ള പരിശീലനങ്ങളും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നോട്ടീസ് ചെയ്യാനായിട്ട് ഇവരുണ്ടാകും. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഈ ISI സ്വാഭാവികമായും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ്. അവരുടെ നേതൃത്വത്തിലാണ് അന്ന് അറ്റാക്ക് നടന്നത്. പഹൽഗാമിലെ അറ്റാക്കൊക്കെ ഇവരുടെ സഹായത്തോടു കൂടി തന്നെയാണ് ഈ ഭീകരന്മാരെ നടത്തിയിട്ടുള്ളത്. ഇത് തന്നെയാണ് ഇപ്പോൾ പ്രിയൻ പറഞ്ഞ പോലെ ബംഗ്ലാദേശിൽ നടക്കുന്നത്. ഈ ഹിന്ദുക്കളെ ഇല്ലാതെയാക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ ശരീഅത്ത് കൊണ്ടുവരേണ്ടി വരുമ്പോൾ ഇത്തരത്തിലുള്ള ഭീകര സംഘടനകളുടെ പവർ
അല്ലെങ്കിൽ അവർക്കുള്ള സ്വാധീനം ഏറെ ആയി വരുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ച് വളരെ വിനാശകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് എന്നും ഇതുവരെയും നമ്മൾ ക്ഷമയോടെ ഇരുന്നത് അവിടെയുള്ളത് നമ്മുടെ സഹോദരന്മാരാണ്. ഹിന്ദു സമൂഹം ഒരു വലിയ രീതിയിൽ തന്നെ അവിടെ ഉള്ളത് നമ്മുടെ സഹോദരന്മാരാണ് എന്നുള്ളൊരു കൺസിഡറേഷൻ നമ്മൾ ഇതുവരെ കൊടുത്തിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് ഇത്തരത്തിലുള്ളൊരു കൺസിഡറേഷൻ അവർക്ക് കൊടുക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം.